കോൺഗ്രസിന്റെ കരുത്തുറ്റ യുവ നേതാക്കളിൽ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം. അക്കാര്യത്തിൽ ആർക്കും യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് എന്തൊക്കെ പുകിലുകൾ ഉണ്ടാക്കിയിട്ടാണ് എങ്കിലും മാങ്കൂട്ടത്തെ തകർക്കാൻ CPM പഠിച്ച പണി 18 നോക്കിയത്. പക്ഷേ നടന്നില്ല എന്ന് മാത്രമല്ല, 18,000-ലധികം വമ്പിച്ച ഭൂരിപക്ഷത്തിൽ മാങ്കൂട്ടം വിജയിക്കുക കൂടി ചെയ്തോടെ മാങ്കൂട്ടത്തിന്റെ ഗ്രാഫ് കുത്തനെ ഉയരുകയാണ് ഉണ്ടായത്. എന്നാൽ ഇത് സഹിക്കാതെ CPM മാങ്കൂട്ടത്തിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ പല പദ്ധതികളും പ്ലാൻ ചെയ്തു. രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കാൻ ആയുധം പോലും എടുക്കാൻ മടിക്കാത്ത പാർട്ടി കൂടിയാണ് CPM. അത് കേരളം പലപ്പോഴും കണ്ടതുമാണ്. ഇന്ന് അക്രമ രാഷ്ട്രീയം CPM വിട്ടുവെന്ന് അവർ അവകാശപ്പെടുമ്പോഴും മറ്റൊരു വഴിയിലൂടെ സഖാക്കന്മാർ ആളുകളെ കൊന്നൊടുക്കുകയാണ്. സൈബർ ആക്രമണമാണ് CPMന്റെ പുതിയ ആയുധം. എതിരാളികളെ ക്രൂരമായി സൈബർ ലോകത്ത് അവരുടെ ഇടത് പ്രൊഫൈലുകൾ വഴി ആക്രമിക്കുകയാണ് CPM ചെയ്യുന്നത്. ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ എതിരാളി പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടമാണ്. അതിന്റെ ഭാഗമായി അവർ ആദ്യം ചെയ്തത് പാലക്കാട്ടെ പെട്ടി വിവാദത്തിൽപ്പെടുത്തി മാങ്കൂട്ടത്തെ നിയമസഭ കാണിക്കാതിരിക്കലായിരുന്നു. എന്നാൽ അത് തുടക്കത്തിലെ പാളി. പിന്നീട് കുറച്ചുകാലം മിണ്ടാതിരുന്ന സൈബർ പോരാളികൾ ഈ അടുത്ത് വീണ്ടും മാങ്കൂട്ടത്തിനെതിരെ പിടിമുറുക്കി. ഇവിടെ വയനാട് ഉരുൾപൊട്ടൽ ദുരിതാശ്വാസത്തിനായി പിരിച്ച 88 ലക്ഷം രൂപ മാങ്കൂട്ടം ഒറ്റയ്ക്ക് മുക്കി എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചു. കോൺഗ്രസിലെ മറ്റു യുവ നേതാക്കൾ മാങ്കൂട്ടത്തിനെതിരെ തിരിയുന്നു എന്ന തരത്തിൽ വാർത്തകൾ പടച്ചുവിടാനും നോക്കി. പക്ഷേ ₹1 ഞാൻ ആ ഫണ്ടിൽ നിന്നും എടുക്കുകയോ ഒരു തവണ മറ്റാരെങ്കിലും ആ ഫണ്ടിൽ നിന്ന് പിൻവലിക്കുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്റെ ഈ പ്രസിഡന്റ് സ്ഥാനം ഞാനിതാ ഇവിടെ രാജിവെക്കുമെന്ന് സകല മാധ്യമങ്ങളെയും വിളിച്ച് മാങ്കൂട്ടം കണക്കു നിരത്തി പ്രഖ്യാപനം നടത്തിയപ്പോൾ സൈബർ പോരാളികൾ വീണ്ടും തകർന്നടിഞ്ഞു. ഇതോടെ അടുത്ത പദ്ധതി ഇട്ടു. അതാണ് മാങ്കൂട്ടം മൂലം ഒരു സ്ത്രീ ഗർഭിണിയായി എന്നത്. പിന്നാലെ കൈയൊഴിയൽ ശ്രമവും നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൈബർ പോരാളികൾ എടുത്തിട്ട് അലക്കുന്നത് കണ്ടു. ഒരു പണിയും നടന്നില്ലെങ്കിൽ സ്ത്രീ വിഷയം എടുത്തിട്ട് ഒരു നേതാവിനെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി മറ്റൊരു സംഭവം കൂടി സോഷ്യൽ മീഡിയയിൽ അരങ്ങേറി. അതായത് ഒരു മാധ്യമ പ്രവർത്തകയെ ചേർത്ത് സൈബർ ആക്രമണം CPM ഘടിപ്പിച്ചു. ചില ഫോട്ടോകൾ ഉൾപ്പെടെ ഉയർത്തിക്കാട്ടി മാധ്യമ പ്രവർത്തകയും രാഹുൽ മാങ്കൂട്ടവും തമ്മിൽ ബന്ധമുണ്ടെന്ന രീതിയിലാണ് സൈബർ സഖാക്കന്മാർ കഥ മെനയുന്നത്. ന്യൂസ് മലയാളം ചാനലിലെ ലക്ഷ്മി പത്മ എന്ന മാധ്യമ പ്രവർത്തകയാണ് CPM രൂക്ഷമായി ആക്രമിക്കുന്നത്. അതിന് രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള ഒരു വ്യക്തിവിരോധം ആയുധമാക്കുന്നു എന്ന് മാത്രം. ഇതിൽ പ്രതിഷേധിച്ച് ലക്ഷ്മി പത്മയ്ക്ക് തന്നെ അവസാനം രംഗത്ത് വരേണ്ടി വന്നു. 2 വർഷം മുൻപ് ഫോർത്ത് എന്ന മലയാളം ചാനലിലെ ഓണപരിപാടിക്കിടെ രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിൽ എന്നീ കോൺഗ്രസ് നേതാക്കളുമായി ചേർന്ന് ഓണസദ്യ കഴിച്ചിരുന്നു. ഈ ചിത്രങ്ങൾ മോശമായി പ്രചരിപ്പിക്കുകയാണ് സൈബർ സഖാക്കന്മാർ എന്നാണ് ഈ മാധ്യമ പ്രവർത്തക അവരുടെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത്. ചിത്രവും അവർ പങ്കുവച്ചിട്ടുണ്ട്. ആ പോസ്റ്റിൽ അവർ ഇങ്ങനെയാണ് പറയുന്നത്: ആർക്കെങ്കിലും എതിരെ പീഡന പരാതി ഉണ്ടെങ്കിൽ അത് ഏത് ഉന്നത നേതാവാണെങ്കിലും അത് നേരിടാൻ ഇവിടെ പോലീസും കോടതിയും ഉണ്ട്. ആ വഴിക്ക് കാര്യങ്ങൾ നീക്കണം. അതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന ഒറ്റ കാരണത്താൽ ഞാൻ എന്ന സ്ത്രീയുടെ ചിത്രം പ്രചരിപ്പിച്ച് ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കരുത്. പോരാളി ഷാജി ഒഫീഷ്യൽ, ചെങ്കൊടിയുടെ കാവൽക്കാർ എന്നീ ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ മാധ്യമ പ്രവർത്തക പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ഈ വിവാദങ്ങളോട് കോൺഗ്രസ് നേതാക്കന്മാർ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. ഇവിടെയും അവജ്ഞ തന്നെയാണ് ചെയ്യുന്നത്. എങ്കിലും വിമർശനം അതിര് കടക്കുമ്പോൾ പലപ്പോഴും ചില കോൺഗ്രസ് പ്രൊഫൈലുകളിൽ നിന്ന് പ്രതിരോധം ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും സൈബർ പോരാളികൾ ഊതി വീർപ്പിച്ച ഗർഭം കലങ്ങി എന്ന് പറഞ്ഞാൽ മതിയല്ലോ.